Welcome to Wings to Win Education, Unit 2, Macroeconomics, Multiplier and Accelerator. വി എന്ന് പറയുന്ന ഫാക്ടർ ഷോർട്ട് റണ്ണിൽ എന്താണ് ഫിക്സഡ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ എന്തല്ല ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതിന് കാരണമായിട്ട് ഫിഷർ പറയുന്നത് വി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണലും ടെക്നോളജിക്കലും ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് വി എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഷോർട്ട് റണ്ണിൽ ഒരിക്കലും വാരി ചെയ്യാനാവില്ല, ഷോർട്ട് റണ്ണിൽ ഒരിക്കലും മാറ്റം വരുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വി എന്ന് പറയുന്ന ഫാക്ടറും അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. ഏത് സമയത്ത്? ഷോർട്ട് റൺ പീരീഡിൽ. ഇനി മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് നോമിനൽ ക്വാണ്ടിറ്റി ഓഫ് മണി സപ്ലൈയും നോമിനൽ ക്വാണ്ടിറ്റി ഓഫ് മണി ഡിമാൻഡും ഈക്വൽ ആകുമ്പോഴാണ്. എം എസ് എന്ന് പറയുന്ന നോമിനൽ ക്വാണ്ടിറ്റി ഓഫ് മണി സപ്ലൈയും എം ഡി എന്ന് പറയുന്ന നോമിനൽ മണി ഡിമാൻഡും കൂടെ ഈക്വൽ ആകുമ്പോഴാണ് മണി മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഇക്വലിബ്രിയത്തിലെത്തുന്നത്. ഇതിൽ എം എസ് എന്ന് പറയുന്ന മണി സപ്ലൈ എന്താണ്? ഈസ് ഡിറ്റർമിൻഡ് ബൈ സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി. സെൻട്രൽ ബാങ്ക് ഒരു കൺട്രിയുടെ സെൻട്രൽ ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്? മണി സപ്ലൈ എപ്പോഴും ഫിക്സ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ a money market is in equilibrium when money supply is equal to money demand. Money supply is an exogenous factors and determined by central bank of a country. ഇനി ഇതിൽ നിന്നും ഫിഷറിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് ഡിറൈവ് ചെയ്തിരിക്കാം? എം ഡി ഈസ് ഈക്വൽ ടു മണി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു പി ടി ബൈ വി. പി ടി എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻ്റെ വാല്യൂ ആണ് ടോട്ടലായിട്ട് പി ടി എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് മണിയാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? 1/v ഇൻറ്റു പി ടി എന്നുള്ളതായിട്ടും ഇതിനെ മാറ്റി എഴുതാം. ഇതാണ് ഫിഷറിൻ്റെ ഇക്വേഷൻ. എന്ത് ഇക്വേഷൻ ഓഫ് ഡിമാൻഡ് ഫോർ മണി എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ മണി ഓഫ് ഡിമാൻഡ് കണ്ടിരിക്കുകയാണ്. ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് പി ടി ബൈ വി ആണ്, അല്ലെങ്കിൽ 1/v ഇൻറ്റു പി ടി എന്നുള്ളതാണ്. ഫിഷർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇക്വേഷനിൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് 3 ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നുണ്ട്, 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് ടി പി വി എന്ന് പറയുന്ന, ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്, പി എന്ന് പറയുന്നത് ആവറേജ് പ്രൈസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് വി ട്രാൻസാക്ഷൻ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. ഈ വി പി ടി എന്ന് പറയുന്ന 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആര് നിൽക്കുന്നത്? ഡിമാൻഡ് ഫോർ മണി നിൽക്കുന്നത്. ഇങ്ങനെ ഈ 3 ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആര് നിൽക്കുന്നത്? ഡിമാൻഡ് ഫോർ മണി നിൽക്കുന്നത്. ഇനി ഇതിൽ ഫിഷറിൻ്റെ ഈ ഒരു ഇക്വേഷനിൽ ട്രാൻസാക്ഷൻ അപ്രോച്ചിൻ്റെ എംപിരിക്കൽ സ്റ്റഡി വെച്ച് നോക്കുമ്പോൾ, എംപിരിക്കൽ റിസർച്ച് നടത്തിയപ്പോൾ ഇതിൽ ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് കണ്ടിട്ടുണ്ട്. അതിൽ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 2 ലിമിറ്റേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഫ്രീക്വൻലി ചേഞ്ച് ചെയ്തിരിക്കും. അതായത് ക്യാപിറ്റൽ അസറ്റിൻ്റെ വാല്യൂ ഫ്രീക്വൻലി ചേഞ്ച് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ടി എന്ന് പറയുന്നത് ഒരിക്കലും റിമൈൻ കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യാനാവില്ല. നമ്മുടെ ഫിഷറിൻ്റെ ഒരു അസംഷൻ ആയിരുന്നു ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളത്. ഈ ക്യാപിറ്റൽ അസറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ടി എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കില്ല. ദെൻ ദി സെക്കൻഡ് ലിമിറ്റേഷൻ ഈസ് ജനറൽ പ്രൈസ് ലെവൽ കണ്ടെത്തുന്നതിന് ഡിഫിക്കൽറ്റി ഉണ്ട്. അതായത് ചില ഡിഫിക്കൽട്ടീസ് ജനറൽ പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നതിലുണ്ട്. അതിലെ പ്രധാന കാരണം ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസസ് മാത്രമല്ല ഇതിൽ കൺസിഡർ ചെയ്യുന്നത്, ക്യാപിറ്റൽ അസറ്റിൻ്റെ പ്രൈസും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്ലസ് ക്യാപിറ്റൽ അസറ്റിൻ്റെ ജനറൽ പ്രൈസ് ലെവൽ കണ്ടെത്തുക, ഡിറ്റർമിൻ ചെയ്യുക, ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഇതാണ് ഫിഷറിൻ്റെ ഈ ഒരു ട്രാൻസാക്ഷൻ അപ്രോച്ചിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ള 2 ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദി കാംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി. കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന മാർഷലും പിഗോയും കൂടെ, ആൽഫ്രഡ് മാർഷലും AC പിഗോ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറിയാണ് കാംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് തിയറി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫിഷർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു തിയറിയാണ് മാർഷലും പിഗോ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് തിയറി എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് മാർഷലും പിഗോയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് തിയറിയും ഫിഷറിൻ്റെ ട്രാൻസാക്ഷൻ അപ്രോച്ചും തമ്മിലുള്ള പ്രധാന ഡിഫറൻറ്റ് എന്ന് പറയുന്നത് മണിയെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ്. മണി എന്ന് പറയുന്ന
ഫാക്ടറിനെ ഫിഷർ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടാണ് കണ്ടത്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നതിനുള്ള ഒരു മീഡിയം ആയിട്ടാണ് ആര് കണ്ടിട്ടുള്ളത്? ഫിഷർ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ കാംബ്രിഡ്ജ് അപ്രോച്ചിലേക്ക് വരുമ്പോൾ മാർഷലും പിഗോയും കൂടെ മണിയുടെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റോർ ഓഫ് വാല്യൂ ഓർ വെൽത്ത് എന്നുള്ളതാണ്. സ്റ്റോർ ഓഫ് വാല്യൂ, സ്റ്റോർ ചെയ്ത് വെക്കുന്നതിൽ ഒരു വാല്യൂ ആർക്കുണ്ട്? മണിക്കുണ്ട് എന്നുള്ളത് ആര് പറഞ്ഞു? കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വ്യത്യാസം ഫിഷറും കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? അവർ മണിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ്. മണിയെ ട്രാൻസാക്ഷൻ പേർപ്പസിന് യൂസ് ചെയ്യുന്ന മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടാണ് ഫിഷർ കണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ടാണ് ആര് കണ്ടിട്ടുള്ളത്? കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ കണ്ടിട്ടുള്ളത്. ഇവർ പ്രധാനമായിട്ടും കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകളായിട്ടുള്ള മാർഷലും പിഗോയും കൂടെ പ്രധാനമായിട്ടും ഡിറ്റർമിൻ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫോർ ഹോൾഡിംഗ് ക്യാഷ് ബാലൻസസ് ആണ്. ക്യാഷ് ബാലൻസസ് ഹോൾഡ് ചെയ്യുന്നതിൽ ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡ് എത്രയാണ്, അതെങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു തിയറിയിലൂടെ അവർ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറി പ്രകാരം ഒരുപാട് ഫാക്ടേഴ്സ് ഡിമാൻഡ് ഫോർ മണീനെ, ഒരു വ്യക്തിക്ക് ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. കറൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റിലെ കറൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ഒരാളുടെ ഓൺഡ് വെൽത്ത് എത്രയാണ്, ദെൻ ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്റ്റേഷൻസ് എത്രയാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതുപോലുള്ള ഒരുപാട് ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതുപോലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഡിമാൻഡ് ഫോർ മണീനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ വിശ്വസിക്കുന്നുണ്ട്, അവർ ബിലീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം ഫാക്ടേഴ്സിനെ എല്ലാം അവർ എന്ത് ചെയ്തു? കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തി. ഇത്തരം ഫാക്ടേഴ്സിലൊന്നും എന്ത് വരുത്തുന്നില്ല? ഒരു ചേഞ്ചും വരുത്തുന്നില്ല. ഇതെല്ലാം അവർ സ്ഥിരമായിട്ട് നിലനിർത്തി. എന്തിന്? നമ്മുടെ സ്റ്റഡിയുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇത്തരം ഫാക്ടേഴ്സിന്, ഒരുപാട് ഫാക്ടേഴ്സ്, കറൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ്, ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്റ്റേഷൻസ്, വെൽത്ത് ഓഫ് ദി ഇൻഡിവിജ്വൽസ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഡിമാൻഡ് ഫോർ മണീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇത്തരം ഫാക്ടേഴ്സിനെ എല്ലാം കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്തു? കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തി. ഒരു നിശ്ചിത ടൈം പീരീഡിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകം മാത്രമേ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഡിമാൻഡ് ഫോർ മണീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ ഒരു ഫാക്ടർ വെച്ചിട്ടാണ് അവർ ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകം എന്താണ്? പ്രൊപ്പോർഷണൽ ടു ചേഞ്ചസ് ഇൻ ഇൻഡിവിജ്വൽസ് ഇൻകം. ഡിമാൻഡ് ഫോർ മണി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ഇൻഡിവിജ്വൽസ് ഇൻകം എന്നുള്ളതാണ്. ഡിമാൻഡ് ഫോർ മണി എന്താണ്? ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഡിമാൻഡ് ഫോർ മണിയിൽ മാറ്റം വരുന്നത് എന്നുള്ളതാണ് കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇൻഡിവിജ്വൽസ് ഡിമാൻഡ് ഫോർ ക്യാഷ് ബാലൻസസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി നോമിനൽ ഇൻകം. നോമിനൽ ഇൻകം അല്ലെങ്കിൽ മണി ഇൻകം, നോമിനൽ അല്ലെങ്കിൽ മണി ഇൻകത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്? നോമിനൽ മണി ബാലൻസസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഡിമാൻഡ് ഫോർ ക്യാഷ് ബാലൻസസ് എന്നുള്ളതാണ് കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകളുടെ വാദം. ഈ ഒരു വാദത്തിൽ നിന്നും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അവരുടെ ഇക്വേഷൻ എന്താണ്? എം ഡി ഈസ് ഈക്വൽ ടു കെ പി വൈ. എം ഡി എന്താണ്? ഡിമാൻഡ് ഫോർ മണി. ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു കെ പി വൈ. എന്താണ് വൈ? റിയൽ നാഷണൽ ഇൻകം ആണ് വൈ. വൈ ഈസ് ദി റിയൽ നാഷണൽ ഇൻകം. ദെൻ പി ആവറേജ് പ്രൈസ് ലെവൽ ഓഫ് കറൻറ്റ്ലി പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആവറേജ് പ്രൈസ് ലെവലാണ് പി എന്ന് പറയുന്നത്. ഈ പി വൈനെ നമുക്ക് നോമിനൽ ഇൻകം ആയിട്ട് കണക്കാക്കാം അല്ലേ? പി വൈ ഈസ് ഈക്വൽ ടു നോമിനൽ ഇൻകം. പി എന്ന് പറയുന്നത് ആവറേജ് പ്രൈസ് ലെവലാണ്, വൈ എന്ന് പറയുന്നത് റിയൽ നാഷണൽ ഇൻകമാണ്. ഇത് രണ്ടും കൂടുമ്പോൾ പി വൈ ഈസ് ഈക്വൽ ടു നോമിനൽ ഇൻകമാണ്. നോമിനൽ ഇൻകമാണ് എന്ത്? പി വൈ എന്ന് പറയുന്നത്. ഇനി കെ എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് നോമിനൽ ഇൻകം ദാറ്റ് പീപ്പിൾ വോണ്ട് ടു ഹോൾഡ് ആസ് ക്യാഷ് ബാലൻസസ്. ഈ ഒരു നോമിനൽ ഇൻകത്തിൻ്റെ എത്ര പ്രൊപ്പോർഷനാണ് ഡിമാൻഡ് ഫോർ മണി ആയിട്ട് അല്ലെങ്കിൽ ക്യാഷ് ബാലൻസസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രൊപ്പോർഷനെയാണ് കെ കാണിക്കുന്നത്. നോമിനൽ ഇൻകത്തിൻ്റെ എത്ര പോർഷൻ ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു, ആ പ്രൊപ്പോർഷനെയാണ് കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇവിടെ കാണിക്കുന്നത്. കാംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് ഇവിടെ ഒരു ഗ്രാഫിക്കലി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഇവിടെ എക്സ് ആക്സിസിൽ നോമിനൽ നാഷണൽ ഇൻകമാണ് കൊടുത്തിട്ടുള്ളത്. നോമിനൽ ഇൻകത്തെ നമ്മൾ പി വൈ എന്നുള്ളതാണ് അല്ലേ? പി വൈ നോമിനൽ നാഷണൽ ഇൻകം പി വൈയും, വൈ ആക്സിസിൽ ഡിമാൻഡ് ഫോർ മണി എം ഡിയും കൊടുത്തിട്ടുണ്ട്. ഡിമാൻഡ് ഫോർ മണി വൈ ആക്സിസിലും നോമിനൽ നാഷണൽ ഇൻകം പി വൈ എക്സ് ആക്സിസിലും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ എം ഡി എന്ന് പറയുന്ന കേർവ്, ഈ ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന എം ഡി എന്ന് പറയുന്ന കേർവ് എന്താണ്? ലീനിയർ ആയിട്ടാണ് പോകുന്നത് അല്ലേ? സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. അതായത് ഇതെന്താണ്? നാഷണൽ ഇൻകവും നോമിനൽ നാഷണൽ ഇൻകവും ഡിമാൻഡ് ഫോർ മണിയും എന്ത് റിലേഷനാണ്? ഒരു ലീനിയർ റിലേഷനാണ് കാണിക്കുന്നത്.
Cambridge cash balance approach is a linear function of nominal income എന്നാണ്. Demand for money അല്ലെ, Cambridge cash balance approach പ്രകാരം demand for money is a linear function of national income എന്നുള്ളതാണ്. Demand for money is a linear function of national income. ഇനി ഇതിൽ നിന്നും കെ എന്ന് പറയുന്നതാണ്, ഈ കെ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ സ്ലോപ്പാണ്. ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പാണ് എന്ത്, കെ എന്ന് പറയുന്നത്. ഈ കെ എങ്ങനെ കണ്ടുപിടിക്കാം, എം ഡി ഡിവൈഡഡ് ബൈ പി വൈ എന്നുള്ളതാണ് എന്ത്, നമ്മുടെ കെ എന്ന് പറയുന്നത്. കെ ഇതിവിടെ ഈ ഒരു കർവിൻ്റെ ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പായിട്ടാണ് കെനെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കെ എന്ന് പറയുന്നത് എന്താണ്, നോമിനൽ ഇൻകത്തിൻ്റെ എത്ര പാർട്ടാണ് ക്യാഷ് ബാലൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്, ആ ഒരു പ്രൊപ്പോർഷനെയാണ് കെ കാണിക്കുന്നത്. കെ എന്താണ് ഇവിടെ സ്ലോപ്പായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇവിടെ നോമിനൽ നാഷണൽ ഇൻകം അല്ലെങ്കിൽ മണി ഇൻകം മാത്രമാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡിമാൻഡ് ഫോർ മണീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോമിനൽ ഇൻകവും ഡിമാൻഡ് ഫോർ മണിയും തമ്മിൽ ഒരു ലീനിയർ റിലേഷനാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് കാംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ ആർഗ്യൂ ചെയ്തിട്ടുള്ളത്. ഡിമാൻഡ് ഫോർ മണിയും നോമിനൽ നാഷണൽ ഇൻകവും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻകം ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ക്യാഷ് ബാലൻസ് അപ്രോച്ച് പ്രകാരം, കാംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് പ്രകാരം ഇൻകം ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. അതുപോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും എന്താണ്, യൂണിറ്റിയാണ്. പ്രൈസ് ലെവലിലെ ഏതൊരു ചേഞ്ചസും ഈക്വൽ പ്രൊപ്പോർഷനായിട്ട് ആയിട്ടുള്ള ചേഞ്ചസ് എവിടെ ഉണ്ടാക്കും, ഡിമാൻഡ് ഫോർ മണിയിൽ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കാംബ്രിഡ്ജ് ക്യാഷ് ബാലൻസ് പ്രകാരം ഇൻകം ഇലാസ്റ്റിസിറ്റിയും പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും എന്താണ്, ഈക്വൽ ടു 1 ആണ്, ഈക്വൽ ടു യൂണിറ്റിയാണ്. ഡിമാൻഡ് ഫോർ മണിയുമായി ബന്ധപ്പെട്ടിട്ട് കെയ്ൻസിൻ്റെ വാദം, കെയ്ൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറിയാണ് നമ്മൾ പറയുന്നത്. കെയ്ൻസ് തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി. ഡിമാൻഡ് ഫോർ മണിയുടെ കെയ്ൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറി ഏതാണെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കിൽ അദ്ദേഹം എന്ത് പറയുന്നുണ്ട്, എന്താണ് മോണിറ്ററി തിയറിയും അതിൻ്റെ ഇമ്പോർട്ടൻസും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നും എന്താണ് കെയ്ൻസിൻ്റെ ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്നുള്ള ഒരു ടേം കൊണ്ടാണ് കെയ്ൻസ് സൂചിപ്പിച്ചിട്ടുള്ളത്. ലിക്വിഡിറ്റി പ്രിഫറൻസസ് എന്നുള്ളതാണ് ഡിമാൻഡ് ഫോർ മണി ടു ഹോൾഡിനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിക്ക്, ഇൻഡിവിജ്വലിന് മണി ഹോൾഡ് ചെയ്യുന്നതിനുള്ള ഡിസയറിന് അല്ലെങ്കിൽ മണി ഹോൾഡ് ചെയ്യുന്നതിനുള്ള ആ ഒരു ഡിസയറിനെ, വിഷിനെ എന്തായിട്ടാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്നുള്ള ഒരു ടേം കൊണ്ടാണ് ആര് ഡിറ്റർമിൻ ചെയ്യുന്നത്, കെയ്ൻസ്, ജെഎം കെയ്ൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വല് ക്യാഷ് മണിയായിട്ട് എത്ര കൈവശം വെക്കണം, അല്ലെങ്കിൽ എത്ര ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, എത്ര റെൻറ്റിന് വേണ്ടിയിട്ട് പേ ചെയ്യണം, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ലിക്വിഡിറ്റി പ്രിഫറൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലിക്വിഡിറ്റി പ്രിഫറൻസസ് ആണ് ഒരു വ്യക്തി എത്രത്തോളം മണി കൈവശം വെക്കണം, എത്രത്തോളം ഡിപ്പോസിറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടേം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പ്രിഫറൻസ് ആണ്. ഈ ലിക്വിഡിറ്റി പ്രിഫറൻസിൻ്റെ ബേസിലാണ് ഇത്തരം ഡിസിഷൻസ് എല്ലാം ഒരു വ്യക്തി എടുക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാനുള്ള, പണം കൈവശം വെക്കാനുള്ള ഡിസയർ, ആ ഡിസയറിനെ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്നു. എത്രയാണോ കൈവശം വെക്കുന്നത്, ആ കൈവശം വെക്കാനുള്ള ഡിസയറാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്നത്. എത്രത്തോളം കൈവശം വെക്കണം എന്നുള്ളത് ഈ ലിക്വിഡിറ്റി പ്രിഫറൻസിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. കെയ്ൻസിൻ്റെ ഡിമാൻഡ് ഫോർ മണിയുമായി ബന്ധപ്പെട്ട തിയറിയിലെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഫോർ മണി ഓർ മോട്ടീവ്സ് ഫോർ ലിക്വിഡിറ്റി പ്രിഫറൻസസ്. ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വല് മണി കൈവശം വെക്കുന്നതിനുള്ള, ലിക്വിഡിറ്റി പ്രിഫറൻസസിനുള്ള മോട്ടീവ്സ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടൊക്കെയാണ് ഒരു വ്യക്തി പണം കൈവശം വെക്കുന്നതിൻ്റെ കാരണങ്ങൾ. ഡിസയർ ഫോർ ലിക്വിഡിറ്റി അറൈസസ് ബിക്കോസ് ഓഫ് 3 മോട്ടീവ്സ്. ഇങ്ങനെ ഒരു വ്യക്തിക്ക് ലിക്വിഡിറ്റി വേണമെന്ന് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ആവശ്യമാണ് എന്ന് തോന്നുന്നതിനുള്ള പ്രധാനപ്പെട്ട 3 മോട്ടീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഈസ് ട്രാൻസാക്ഷൻ മോട്ടീവ്, then the second one is precautionary motive and the third one is speculative motive. ഇങ്ങനെ 3 മോട്ടീവ്സ് ഉള്ളത് കൊണ്ടാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്, മണിയുടെ ലിക്വിഡിറ്റിയെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ഡിസയർ ചെയ്യുന്നത്. എന്തുകൊണ്ട് പണം കൈവശം വേണം എന്നതിനുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട മോട്ടീവ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ട്രാൻസാക്ഷൻ മോട്ടീവ്, ദെൻ പ്രിക്കോഷണറി മോട്ടീവ് ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇത്തരം മോട്ടീവ്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തികൾ, ഇൻഡിവിജ്വൽസ് പണം ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ പണം വേണം, ലിക്വിഡിറ്റി വേണമെന്ന് പറയുന്നത്, ലിക്വിഡിറ്റി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇനി ഈ 3 മോട്ടീവ്സിനെയും കെയ്ൻസ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ 3 മോട്ടീവ്സിനെയും നമുക്കൊന്ന് നോക്കാം.
ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആവട്ടെ, ബിസിനസ് ഫേം ആവട്ടെ, അവരുടെ എല്ലാം ഡെയിലി കറൻറ്റ് ട്രാൻസാക്ഷൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൈവശം വെക്കുന്ന മണിയാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. കറൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആവട്ടെ, ബിസിനസ് ഫേംസ് ആവട്ടെ, കറൻറ്റ് ട്രാൻസാക്ഷനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൈവശം വെക്കുന്ന മണിയാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ അവരുടെ കറൻറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും. ഇങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസ് കൈവശം വെക്കുന്ന മണിയാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ദെൻ ബിസിനസ് ഫേംസിൻ്റെ കാര്യത്തിലായാൽ അവരുടെ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതിനും മറ്റും അവരുടെ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് ഫേംസ് കൈവശം വെക്കുന്ന മണിയായിരിക്കും ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി മെയിൻലി ടു ബ്രിഡ്ജ് ഇന്റർവൽ ബിറ്റ്വീൻ ദി റിസീപ്റ്റ്സ് ഓഫ് ഇൻകം ആൻഡ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചറും റെസിപ്റ്റും തമ്മിലുള്ള ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവർ തമ്മിൽ റെസിപ്റ്റ്സും എക്സ്പെൻഡിച്ചറും തമ്മിൽ എന്തുണ്ട്, ഒരു ഇൻ്റർവെൽ നിലനിൽക്കും. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇൻകം അതേ സമയം നമുക്ക് കിട്ടണമെന്നില്ല അല്ലേ? പക്ഷെ നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും അത് പോവും. എക്സ്പെൻഡിച്ചർ എന്നും എല്ലാ ദിവസവും നമുക്കുള്ളതാണ്, പക്ഷേ ഇൻകം എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു റെസിപ്റ്റ്സ് ഓഫ് മണി പേയ്മെൻറ്റ്സിന് ഒരിക്കലും എന്തില്ല, റെസിപ്റ്റ്സും മണി പേയ്മെൻറ്റ്സും എപ്പോഴും കോയിൻസൈഡ് ചെയ്യില്ല. ആ കോയിൻസൈഡ് ചെയ്യാത്ത പേയ്മെൻറ്റ്സിനെയും റെസിപ്റ്റ്സിനെയും തമ്മിൽ എന്ത് ചെയ്യിപ്പിക്കണം, ഒന്ന് ബ്രിഡ്ജ് ചെയ്യിപ്പിക്കണം. അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള ഇൻഡിവിജ്വൽസിന് എന്താവാം, വീക്ക്ലി ആയിട്ടോ അല്ലെങ്കിൽ മന്ത്ലി ആയിട്ടോ ഒക്കെ എന്ത് കിട്ടും, സാലറി കിട്ടുന്നവരുണ്ടാവും. അങ്ങനെ വീക്ക്ലി ആയിട്ടോ മന്ത്ലി ആയിട്ടോ ഒക്കെ സാലറി കിട്ടുന്നവരുണ്ടാവും. പക്ഷേ അവരുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്താണ്, ഡെയിലി ബേസിസ് ആണ്. ഡെയിലി എക്സ്പെൻസസ് അവരെന്ത് ചെയ്യേണ്ടതുണ്ട്, മീറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അപ്പം ആ ഒരു ഡെയിലി എക്സ്പെൻസസിന് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡെയിലി ക്യാഷ് വെക്കേണ്ടതുണ്ട്. അതാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ വീക്ക്ലി സാലറി കിട്ടുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും, ആ ഒരു അടുത്തൊരു വീക്കിൽ, ഇപ്പം ഇന്നിപ്പോൾ മൺഡേ സാലറി കിട്ടിയാൽ നെക്സ്റ്റ് മൺഡേ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് വരുന്നുണ്ട്, എല്ലാ ദിവസവും എക്സ്പെൻസസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീക്ക്ലി സാലറി എന്ത് ചെയ്യും, നെക്സ്റ്റ് വീക്കിലേക്കും കൂടെ അവരെന്ത് ചെയ്ത് വെക്കും, കീപ്പ് ചെയ്ത് വെക്കും. അതാണ് വീക്ക്ലി. ദെൻ അതുപോലെ തന്നെയാണ് മന്ത്ലി സാലറി കിട്ടുന്ന ഒരു വ്യക്തിയായാലും എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ ഒരു മാസത്തേക്ക് അദ്ദേഹം ആ ഒരു സാലറിയെ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കറൻറ്റ് പേയ്മെൻറ്റ്സിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മണി ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുന്നതിനും വേജസ് കൊടുക്കുന്നതിനൊക്കെ ഇൻഡിവിജ്വൽസും ബിസിനസ് ഫേംസുമെല്ലാം അവരുടെ കൈവശം വെക്കുന്ന മണിയാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മണി ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, ക്യാഷ് രൂപത്തിൽ തന്നെ മണി ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇതിനെയാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ മോട്ടീവ് അറൈസ് ചെയ്യുന്നത് പ്രൈമറിലി ബിക്കോസ് ഓഫ് ദ യൂസ് ഓഫ് മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മണീനെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ട്രാൻസാക്ഷൻ ഡിമാൻഡ് അറൈസ് ചെയ്യുന്നത്. കാരണം മീൻസ് ഓഫ് പേയ്മെൻ്റ് ആണല്ലോ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റിൻ്റെ ഒരു മീനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് ഓപ്ഷന് വേണ്ടിയിട്ടാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ചിനെ യൂസ് ചെയ്യുന്നത്, മണീനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ മീഡിയം ആയിട്ടാണ് മണീനെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ത് ചെയ്യുന്നത്, അറൈസ് ചെയ്യുന്നത്. ദെൻ ഇങ്ങനെ അറൈസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മണീനെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പേയ്മെൻറ്റ്, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകവുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ട്രാൻസാക്ഷൻ മോട്ടീവ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലെവൽ ഓഫ് ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ലെവൽ ഓഫ് ഇൻകവുമായിട്ടാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു പുവർ മാൻ എപ്പോഴും എന്തായിരിക്കും, ലെസ് മണി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ മോട്ടീവിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്ത് വെക്കുന്നത്. പുവർ മാൻ വിൽ ഹോൾഡ് ലെസ് മണി ഫോർ ട്രാൻസാക്ഷൻ മോട്ടീവ് ബിക്കോസ് എന്താ, സ്പെൻഡ് ലെസ് ബിക്കോസ് ഓഫ് ഹിസ് സ്മോൾ ഇൻകം. അദ്ദേഹത്തിൻ്റെ ഇൻകം സ്മോൾ ആണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നതും എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. അതർവൈസ് എ റിച്ച് മാൻ വിൽ ടെൻഡ് ടു ഹോൾഡ് മോർ മണി ഫോർ ട്രാൻസാക്ഷൻ മോട്ടീവ്. എ റിച്ച് മാൻ എപ്പോഴും എന്തായിരിക്കും, മോർ മണി ആയിരിക്കും ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻകം എന്താണ്, കൂടുതലാണ്. ഇനി മാത്രമല്ല ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഡിമാൻഡ് ഫോർ റിയൽ ക്യാഷ് ബാലൻസസ്. ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ റിയൽ ക്യാഷ് ബാലൻസസ് ആയിട്ട് കണക്കാക്കാം. കാരണം പ്രൈസ് ലെവൽ കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ബൈയിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. അതിലും ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ വി ക്യാൻ സേ ദ ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഡിമാൻഡ് ഫോർ റിയൽ ക്യാഷ് ബാലൻസസ് എന്നുള്ളത്.
ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഒരു റിയൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിന് കാരണം എന്താണ്? പ്രൈസിലെ ചേഞ്ചസ് നമ്മുടെ ഡിമാൻഡ് ഫോർ മണീനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം എക്സാമ്പിളായിട്ട് പ്രൈസ് ലെവൽ കൂടിയാൽ, ഹയർ ദ പ്രൈസ് ലെവൽ, ഇഫ് ദി price level is higher, the more money balance a person has to hold in order to purchase a given quantity of goods. പ്രൈസ് ലെവൽ ഹയർ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ മുമ്പ് കൊടുത്തതിനേക്കാൾ കൂടുതലായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ മോറായിട്ടും ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യേണ്ടി വരും? ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും. പ്രൈസ് ലെവൽ ഡബിൾ ആയാൽ ഇൻഡിവിജ്വലിൻ്റെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ കൊടുത്തതിന് ഇതിൻ്റെ ഡബിൾ ആയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പേയ്മെൻറ്റ് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഫോർ മണി ബാലൻസ് ഈസ് ഡിമാൻഡ് ഫോർ റിയൽ റാദർ ദാൻ നോമിനൽ ബാലൻസസ്. പ്രൈസ് ലെവൽ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിമാൻഡ് ഫോർ മണി ബാലൻസ് എന്ന് പറയുന്നത് റിയൽ ആണ് ദാൻ നോമിനൽ അല്ല, റിയൽ ആണ് എന്ത്? ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. കാരണം പ്രൈസ് ലെവൽ ഇതിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ലെവൽ കൂടുന്തോറും ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി കെയ്ൻസ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി റിയൽ ഇൻകം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി റിയൽ ഇൻകത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് നിലനിൽക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിക്ക് ഒരു വിധത്തിലുള്ള റിലേഷനും ഇല്ല എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ വാദം. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഓൺലി ഓൺ ഡിപ്പെൻഡ്സ് ഓൺ റിയൽ ഇൻകം, നോട്ട് ഓൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ട്രാൻസാക്ഷൻ ഡിമാൻഡിന് ഒരു ബന്ധവുമില്ല. ഇത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് റിയൽ ഇൻകവുമായിട്ട് മാത്രമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷേ റീസെൻ്റ്ലി ആയിട്ട് ടോബിനെ പോലുള്ള, ബോമോളെ പോലുള്ള ഇക്കണോമിസ്റ്റുകൾ എന്ത് ചെയ്തു? പലതരത്തിലുള്ള എംപിരിക്കൽ സ്റ്റഡിയും നടത്തിയിട്ട് അതിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റിനും കൂടെ, റിയൽ ഇൻകത്തോടൊപ്പം ഇൻട്രസ്റ്റ് റേറ്റിനും കൂടെ ഡിമാൻഡ് ഫോർ മണിയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു തിയറിയും നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ തിയറി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാം. ഇപ്പോൾ കെയ്ൻസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ റിയൽ ഇൻകം, നോട്ട് ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളതാണ്. ഇവിടെ ടോബിനും ബോമോളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറി പ്രകാരം ഇൻട്രസ്റ്റ് റേറ്റിനും എന്തുണ്ട്? ഡിമാൻഡ് ഫോർ മണി, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയുമായിട്ട് ബന്ധമുണ്ട്. ഹയർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൂടുതലായി, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ക്യാഷിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ലാഭകരമല്ല. ക്യാഷ് കുറഞ്ഞ രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാനാവും. ബിസിനസ് സ്വയം ആയാലും ഇൻഡിവിജ്വൽസ് ആയാലും മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് എന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക. മണി ബാലൻസ് ആയിട്ട്, ക്യാഷ് ആയിട്ട് എന്ത് വെക്കില്ല? നമ്മുടെ കൈവശം വെക്കുന്ന മണി കുറവായിരിക്കും എന്നുള്ളതാണ് ആര് കണ്ടെത്തിയിട്ടുള്ളത്? ടോബിനും ബോമോളെ പോലുള്ളവരും കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അവർ പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനും ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. റിയൽ ഇൻകത്തിന് പുറമെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ എന്ത് തീരുമാനിക്കുന്നുണ്ട്? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ കെയ്ൻസ് പറയുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ്സ് ഫോർ മണി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ റിയൽ ഇൻകം എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് മോട്ടീവ് ഈസ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി. പ്രിക്കോഷണറി മോട്ടീവിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് ആയിട്ട് ഇൻഡിവിജ്വൽസ് മണി ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ വാദം. എന്താണ് ഈ പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്നത്? പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽസിന് അൺഫോർസീൻ കണ്ടിൻജൻസീസ് വരാം, അല്ലേ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കോസ്റ്റും വരാം. ഇത്തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് കോസ്റ്റിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കുന്ന മണിയാണ് പ്രിക്കോഷണറി മണി എന്ന് പറയുന്നത്. പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് അൺഫോർസീൻ ആയിട്ടുള്ള കണ്ടിൻജൻസീസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കുന്ന മണിയാണ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പം എക്സാമ്പിളായിട്ട് ആക്സിഡൻസ്, ഇപ്പം ഡേഞ്ചർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഭാവിയിൽ ഇനി തൊഴിലില്ല എന്ന് ഒരു വ്യക്തി വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന സിക്നസ്, എന്തെങ്കിലും അസുഖങ്ങൾ കാരണം, ആക്സിഡൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? മുൻകൂട്ടി കണ്ടിട്ട് ഒരു പ്രിക്കോഷൻ എടുക്കുകയാണ്. ആ പ്രിക്കോഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മണി കീപ്പ് ചെയ്യുന്നത്. അതിനെയാണ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അൺഫോർസീൻ ആയിട്ടുള്ള, നമ്മൾക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന പല ഡേഞ്ചേഴ്സിനെയും മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മണി ഡിമാൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ്
ഇതിനെയാണ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഈ പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണിനെ ഐഡിൽ മണി എന്ന് പറയുന്നുണ്ട് അല്ലേ. ഐഡിൽ മണി, ഒന്നും ചെയ്യാണ്ട് വെറുതെ വെക്കുന്ന മണിയാണ് ഐഡിൽ മണി എന്ന് പറയുന്നത്. ഈ പ്രിക്കോഷണറി മോട്ടീവിനെയാണ് ഐഡിൽ മണി എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് എന്താണ് ഐഡിൽ മണി, എന്തിനെയാണ് പറയുന്നത്. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഉണ്ട്, പ്രിക്കോഷണറി ഉണ്ട്, സ്പെക്കുലേറ്റീവ് ഉണ്ട്. ഏതിനെയാണ് ഐഡിൽ മണി എന്ന് പറയുന്നത്? പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണീനെയാണ് ഐഡിൽ മണി എന്ന് പറയുന്നത്. അത് വെറുതെ വെക്കുകയാണ് അല്ല, കൈവശം വെക്കുകയാണ്. അപ്പം അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഒരാളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചു വന്ന ഒരു വ്യക്തി ജീവിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ ഭാവിയിൽ എന്ത് ചെയ്യാണ്, ഓരോ ആക്സിഡൻസും കാര്യങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ആക്സിഡൻസ് സംഭവിക്കുന്ന അല്ലെങ്കിൽ അൺഫോർസീൻ ആയിട്ടുള്ള കണ്ടിൻജൻസീസ് സംഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, ഇത്തരത്തിൽ പ്രിക്കോഷൻ എടുക്കുന്നതിനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. ചില സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ചിലരുണ്ടായിരിക്കും എപ്പോഴും എന്തെങ്കിലും വരും എന്ന് വെച്ചിട്ട് കീപ്പ് ചെയ്ത് വെക്കുന്നവർ. അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച് പ്രിക്കോഷണറി മോട്ടീവ് ഡിമാൻഡ് ഫോർ മണി കൂടുതലായിരിക്കും. ഇനി ചിലരുണ്ടായിരിക്കും എന്താണ് വരുമ്പോൾ വരട്ടെ എന്ന് വെച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ കേസിലാണെങ്കിൽ പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി എന്തായിരിക്കും, കുറവായിരിക്കും. ഇതാണ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി. ഒരു പ്രിക്കോഷൻ എടുക്കുകയാണ് നമ്മൾ ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻ എടുക്കുന്നതിനെയാണ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. തേർഡ് മോട്ടീവാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിലെ മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സിൽ നിന്നും ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് ടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മണി നീക്കം ചെയ്യുന്നത് അല്ലെങ്കിൽ മണി യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലെ ചേഞ്ചസും ബോണ്ടിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസും, ഇവ രണ്ടിൽ നിന്നുമാണ് പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സ് എന്തുണ്ടാക്കുന്നത്, അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസൊക്കെ മിനിറ്റ് ബൈ മിനിറ്റ് ആയിട്ട് മാർക്കറ്റിൽ ബോണ്ട് പ്രൈസിലും ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ മിനിറ്റ് ബൈ മിനിറ്റ് ആയിട്ട് ചേഞ്ചസ് വരുന്നുണ്ട്. ഈ ചേഞ്ചസിൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മണി കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഇനി സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പ്രിക്കോഷണറി മോട്ടീവിന് യൂസ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ സ്റ്റോർ ഓഫ് മണി ആയിട്ടാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡിലും പ്രിക്കോഷണറി മോട്ടീവിലും യൂസ് ചെയ്യുന്നത്. പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ പ്രിക്കോഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നീക്കി വെക്കുന്ന മണിയാണ് പ്രിക്കോഷണറി മണി എന്ന് പറയുന്നത്. അത് നമ്മുടെ കയ്യിൽ തന്നെ മണിയായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് യാതൊരു തരത്തിലുള്ള റിവാർഡും കിട്ടുന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് പോലുള്ള റിവാർഡ്സ് ഏതിന് കിട്ടുന്നില്ല, പ്രിക്കോഷണറി മണിക്ക് കിട്ടുന്നില്ല. പക്ഷേ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി യൂസ് ചെയ്യുന്നത് സ്പെക്കുലേഷന് വേണ്ടിയിട്ടാണ്. ആ ഒരു വേർഡിൽ തന്നെ അറിയാം, സ്പെക്കുലേറ്റ് ചെയ്തിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് ഫ്യൂച്ചറിലെ മാർക്കറ്റിൻ്റെ ചേഞ്ചസിനെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് അതിലെ മൂവ്മെൻറ്റ്സിൽ മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സിൽ നിന്നും അഡ്വാൻറ്റേജസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മണി യൂസ് ചെയ്യുന്നത്. അതിനെയാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും ബോണ്ടിൻ്റെ പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റിലെ ചേഞ്ചസുമാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം എക്സാമ്പിളായിട്ട് ബോണ്ടിൻ്റെ പ്രൈസ് ഭാവിയിൽ റൈസ് ചെയ്യുമെന്ന് വിചാരിച്ചു. ബോണ്ട് പ്രൈസ് ഭാവിയിൽ ഉയരും. അതുപോലെ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴുകയും ബോണ്ട് പ്രൈസ് ഉയരുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്ററുടെ ഗസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്. ഇനി വരുന്ന ഭാവിയിൽ ബോണ്ടിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, വിൽ ബൈ ബോണ്ട്സ് അറ്റ് പ്രസൻറ്റിൽ ബോണ്ട്സ് വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ പ്രൈസ് കൂടുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അത് വിൽക്കും. അതാണ്. അപ്പോൾ ഭാവിയിൽ ബോണ്ടിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ അദ്ദേഹം പ്രസൻറ്റിൽ എന്ത് ചെയ്യും, ബോണ്ട് വാങ്ങുകയും ഭാവിയിൽ കൊണ്ടുപോയിട്ട് പ്രൈസ് കൂടുമ്പോൾ ബോണ്ടിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ആ ഒരു ഹയർ പ്രൈസിൽ ഈ ചെറിയ വിലക്ക് വാങ്ങിയ ബോണ്ട് ഹയർ പ്രൈസിൽ വിൽപ്പന നടത്തുകയും ചെയ്യും. ഇനി ഓൺ അതർ ഹാൻഡ് എന്താണ്, ബോണ്ട് പ്രൈസസ് ഭാവിയിൽ കുറയാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റിൽ നിന്ന് വീക്ഷിച്ച് നോക്കുമ്പോൾ ഭാവിയിൽ കുറയാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് കാണുമ്പോൾ ബിസിനസ്മാൻ എന്ത് ചെയ്യും, ബോണ്ട്സ് ഇപ്പോൾ വാങ്ങും. പ്രസൻറ്റിൽ ബോണ്ട്സ് സെൽ ചെയ്യും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബോണ്ട് ഇപ്പോൾ തന്നെ സെയിൽസ് നടത്തും. കാരണം എന്താണ്, ഭാവിയിൽ ഇനിയും ഈ ഒരു ബോണ്ട് കൈവശം വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ഇപ്പോൾ കിട്ടുന്ന റൈറ്റ് ഭാവിയിൽ കിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ഈ ഒരു സമയത്ത് അത് വിൽക്കാനാണ് ശ്രമിക്കുക. ഇങ്ങനെയാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയിൽ അഡ്വാൻറ്റേജസ് ഉണ്ടാകുന്നത്.
അപ്പോൾ ടുഡേയ്സ് വേൾഡ് എന്ന് പറയുന്നത് ഡൈനാമിക് വേൾഡ് ആണ്. നത്തിങ് ഈസ് സെർട്ടൈൻഡ്. അവിടെ ഒന്നും സെർട്ടൈൻ ആയിട്ടില്ല. എല്ലാം എന്താണ്, ചേഞ്ച് ചെയ്യും. മിനിറ്റ് ബൈ മിനിറ്റ്സ് ആയിട്ട്, സെക്കൻഡ് ബൈ സെക്കൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യും. എസ്പെഷ്യലി ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് പ്രൈസസും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനാമിക് വേൾഡിൽ എല്ലാം പല വിധത്തിലുള്ള ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഈ ഫ്യൂച്ചർ ചേഞ്ചസിൻ്റെ ബോണ്ട് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഫ്യൂച്ചർ ചേഞ്ചസിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മണി കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ, മാർക്കറ്റിലെ കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് റിലേഷൻ അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് റിലേഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം മാർക്കറ്റിൽ ഹയർ കറണ്ട് റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം നിലനിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്, മാർക്കറ്റിലെ കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹയർ ആണ്, കുറച്ച് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ലെസ് മണി ആയിരിക്കും സ്പെക്കുലേറ്റീവ് മോട്ടീവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അല്ലെങ്കിൽ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ആണ് എന്നുണ്ടെങ്കിൽ മോർ മണി വിൽ ബി held under this speculative motive. ലോവർ കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ആണ് എന്നുണ്ടെങ്കിൽ മോർ മണി എന്ത് ചെയ്യും, സ്പെക്കുലേറ്റീവ് ഡിമാൻഡിന് വേണ്ടിയിട്ട്, സ്പെക്കുലേറ്റീവ് മോട്ടീവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് മാർക്കറ്റിൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കറൻ്റ്ലി ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്താവും, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിൽ നിന്നും ബെനിഫിറ്റ്, ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ, ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ എന്ത് ചെയ്യും, അതവിടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങിക്കും. അപ്പോൾ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിലെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ടുള്ള ആക്ടിവിറ്റീസ് വേണ്ടിയിട്ട്, സ്പെക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് കുറഞ്ഞ തുക മാത്രമേ മാറ്റിവെക്കൂ. അതായത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്, കറൻ്റ്ലി ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സ്പെക്കുലേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ബുദ്ധിപരമായ നീക്കമല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഹയർ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹയർ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, കറൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പ്രസൻ്റ് ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാനേ ശ്രമിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ലോവർ റേറ്റ് ആണ് ഇൻട്രസ്റ്റ്, മാർക്കറ്റിലെ കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ചെറുതാണ്, ലോവർ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ജനങ്ങൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും, ഭാവിയിൽ ഫ്യൂച്ചർ നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് പ്രതീക്ഷിച്ചിട്ട് സ്പെക്കുലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷേ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ, പ്രസൻ്റ്ലി ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് സ്പെക്കുലേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. പക്ഷേ കറൻ്റ്ലി ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്പെക്കുലേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ അധിക തുക ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് റേറ്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഡിമാൻഡ് ഫോർ മണി ഫോർ സ്പെക്കുലേറ്റീവ് മോട്ടീവും എന്താണ്, ഇൻവേഴ്സ് റിലേഷനാണ്, ഒരു നെഗറ്റീവ് റിലേഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് റിലേഷന്, അതായത് ഡിമാൻഡ് ഫോർ മണിയും സ്പെക്കുലേറ്റീവ് മോട്ടീവിനുള്ള ഡിമാൻഡും തമ്മിൽ എന്താണ്, ഒരു ഇൻവേഴ്സ് റിലേഷനാണ് നിലനിൽക്കുന്നത്, അല്ലേ? അതെ. ദസ് ദി ഡിമാൻഡ് ഫോർ മണി ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്സ് എ ഫംഗ്ഷൻ ഓഫ് ദി കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസിങ് ആസ് ദി ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾസ് ആൻഡ് ഡിക്രീസിങ് ആസ് ദി ഇൻട്രസ്റ്റ് റേറ്റ് റൈസസ്. ഈ ഒരു ഇൻവേഴ്സ് റിലേഷനാണ് എന്തിൽ നിലനിൽക്കുന്നത്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ നിലനിൽക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആണ് എന്നുണ്ടെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിക്ക് വേണ്ടിയിട്ട് നീക്കിവെക്കുന്ന തുക ചെറുതായിരിക്കും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ആണെന്നുണ്ടെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിക്ക് വേണ്ടി നീക്കി വെക്കുന്ന തുക കൂടുതലായിരിക്കും. ഇതാണ് എന്ത്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഈ റിലേഷനെയാണ് ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഗ്രാഫ് കാണിക്കുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷനാണ്. ഇത് നോക്കാം. എലോങ് എക്സ് ആക്സിസ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, എക്സ് ആക്സിസിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ് കൊടുത്തിട്ടുള്ളത്. വൈ ആക്സിസിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമാണ് നൽകിയിട്ടുള്ളത്. വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എക്സ് ആക്സിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്ത്, നമ്മുടെ ലിക്വിഡിറ്റി പ്രിഫറൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയെ കാണിക്കുന്നതാണ് ഈ കൊടുത്തിട്ടുള്ളത്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള റിലേഷനാണ് ഈ കർവ് കാണിക്കുന്നത്. ഇനി ഈ ഒരു റിലേഷനെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. LP എന്ന് പറയുന്ന കർവ് ആണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇത് LP എന്ന് പറയുന്ന ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് ആണ്. ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ടുവേഴ്സ് ദി റൈറ്റ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഇത് കാണിക്കുന്നത്. ഈ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിന് കാരണം നമ്മൾ പറഞ്ഞ ഈ ഒരു ഇൻവേഴ്സ് റിലേഷനാണ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷനെയാണ് എന്ത് കാണിക്കുന്നത്, ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് LP കർവ്
കാണിക്കുന്നത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് LP കർവ് ഇൻട്രസ്റ്റ് റേറ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷനെയാണ് കാണിക്കുന്നത്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് OR2 ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് OL1 ആണ് എന്ത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. OR2 ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മുടെ speculative demand for money OL1 ആണ്. This is because at higher current rate of interest, more money would have been lent out or used for buying bonds, and therefore less money would be kept as inactive balances. അതാണ് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബൈങ് ബോൺസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേർപ്പസിന് വേണ്ടിയിട്ട് മോർ മണി യൂസ് ചെയ്യും. ആ സമയത്ത് സ്പെക്കുലേഷന് വേണ്ടിയിട്ട് വെക്കുന്ന മണിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. കാരണം ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇപ്പോൾ തന്നെ കൂടുതൽ റിവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. ഇപ്പോൾ റിവാർഡ് കുറവാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. ഇനി ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോൾസ് ടു OR1 ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ചെയ്താൽ എന്ത് ചെയ്യും, OL1നേക്കാൾ കൂടുതലായിരിക്കും എന്ത് നമ്മുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് OR2 നിന്നും OR1 ആയിട്ട് ഫോൾ ചെയ്താൽ നമ്മുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി OL1 മുകളിലായിരിക്കും, അല്ലെങ്കിൽ OL1നേക്കാൾ കൂടുതലായിരിക്കും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെക്കുലേറ്റീവ് മോട്ടീവിനുള്ള ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ OR2 ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ രീതിയിലാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഉള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതോറും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യും, കൂടും. ഇനി ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കിതിൽ പഠിക്കാനുണ്ട്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഫിഗറിൽ നോക്കാം. ഇവിടെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഇവിടെ ലിക്വിഡിറ്റി ട്രാപ്പ് കർവ്, LP കർവ്, ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് ക്വയറ്റ്ലി ഫ്ലാറ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ക്വയറ്റ് ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. വെരി ലോവർ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് നല്ല രീതിയിൽ കുറഞ്ഞാൽ ആ കുറഞ്ഞ സമയത്ത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും. അതിൻ്റെ ഇലാസ്റ്റികത എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി വെരി ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ക്വൈറ്റ് ഫ്ലാറ്റ് ആയിരിക്കും. അത് ഇൻഫിനിറ്റി ആയിരിക്കും അതിൻ്റെ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റികത എന്ന് പറയുന്നത്. ഈ ഒരു ഇതിൻ്റെ ഹൊറിസോണ്ടൽ ലൈനിന് എക്സ് ആക്സിന് സമാനമായിട്ടുള്ളൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും എന്ത് കാണിക്കുന്നത്, ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവ് കാണിക്കുന്നത്. ആ ക്വൈറ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പോർഷനെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലിക്വിഡിറ്റി പ്രിഫറൻസ് കർവിൻ്റെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പോർഷനെയാണ് എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അതായത് വെരി ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പീപ്പിൾ എന്ത് ചെയ്യില്ല, ഇൻവെസ്റ്റ് ചെയ്യില്ല. ഫ്യൂച്ചറിൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇനി ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ മണി മൊത്തം സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിക്ക് വേണ്ടിയിട്ട് കീപ്പ് ചെയ്ത് വെക്കും. സ്പെക്കുലേഷന് വേണ്ടിയിട്ട്, ആ സ്പെക്കുലേഷനിൽ നിന്നും അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ വരുന്ന എല്ലാ മണിയും അവരെന്ത് ചെയ്ത് വെക്കും, സേവ് ചെയ്ത് വെക്കുക മീൻസ് അവരുടെ കയ്യിൽ ഇനാക്റ്റീവ് ബാലൻസ് ആയിട്ട് വെക്കും. എന്തിനു വേണ്ടിയിട്ട്, ഫ്യൂച്ചറിൽ സ്പെക്കുലേഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ എന്തായാലും മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെരി ലോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും റിവാർഡ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ ഈ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചേഞ്ചസ് വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ എല്ലാ മണിയും അവരുടെ കയ്യിൽ ഇനാക്റ്റീവ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ സ്പെക്കുലേഷനിൽ നിന്നും അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ വരാൻ കാരണം. ഇനി കെയ്ൻസ് പറയുന്നത് ഈ ലിക്വിഡിറ്റി ട്രാപ്പ് ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസിൻ്റെ ബേസിലാണ്. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ചസ് വരും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി അവരെന്ത് ചെയ്യും, എല്ലാ ബാലൻസും അവരുടെ കയ്യിൽ ഇനാക്റ്റീവ് ആയിട്ട് വെക്കും. ഇനി ഈ ലിക്വിഡിറ്റി ട്രാപ്പ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ മോണിറ്ററി പോളിസി എന്തായിരിക്കും, ഇൻഇഫക്റ്റീവ് ആയിട്ട് മാറും. മോണിറ്ററി പോളിസി, എക്കണോമിക് ഡിപ്രഷനെ മറികടക്കാനൊന്നും മോണിറ്ററി പോളിസിക്ക് കഴിയില്ല. ഈ മോണിറ്ററി പോളിസി എന്തായിട്ട് മാറും, ഇൻഇഫക്റ്റീവായിട്ട് മാറും.
ഇനി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ്, കറണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ ലോവർ ആണ് എന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും, നമ്മുടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഈ കറണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രമല്ല ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് വരും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനും കൂടെ അവിടെ വരുന്നുണ്ട്. ഇനി ഇപ്പോൾ ഉള്ള ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കില്ല ഭാവിയിൽ ഉണ്ടായിരിക്കുന്നത്, ഭാവിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, സ്പെക്കുലേഷന് വേണ്ടിയിട്ട് കൂടുതൽ മണി നീക്കി വെക്കുന്നത്. ഇനി if the public on balance expect the rate of interest to be higher in the future than had been previously supposed, the speculative demand for money will increase and the whole liquidity preference curve of speculative motive will shift upward. അപ്പോൾ ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, അവരുടെ എല്ലാ മണിയും എന്ത് ചെയ്യും, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കും. അതുകൊണ്ട് തന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും. അതായത് കറണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമല്ല, ഫ്യൂച്ചറിലെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ, ഫ്യൂച്ചറിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റും കൂടെ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണീനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വെരി ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് മാർക്കറ്റ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്തായിട്ട് മാറിയത്, ക്വൈറ്റ് ഫ്ലാറ്റ് ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ട് മാറിയത്. ദിസ് ഈസ് വാട്ട് വി കോൾ ലിക്വിഡിറ്റി ട്രാപ്പ്. ലിക്വിഡിറ്റി ട്രാപ്പ് കെയ്ൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.